10-ാം വട്ടവും കാമുകന്റെ കൂടെ ഒളിച്ചോടാൻ ശ്രമിച്ച റിങ്കുവിനെ വീട്ടുകാർ കൈയോടെ പിടികൂടി. ഇനി ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ലെന്ന് മനസ്സിലാക്കിയവർ പിറ്റേന്ന് രാത്രി തന്നെ കാണാൻ കൊള്ളാവുന്ന ഒരു പയ്യനെ തട്ടിക്കൊണ്ടുവന്ന് അവളുമായി കല്യാണം നടത്തി. തന്റെ ഫ്രണ്ടിനെ കാണാൻ ആ നാട്ടിലേക്ക് എത്തിയ വിഷു എന്ന തമിഴ് ഡോക്ടറെയായിരുന്നു അവർ തട്ടിക്കൊണ്ടുവന്നത്. കല്യാണം കഴിഞ്ഞതും പിറ്റേ ദിവസം അവളെ അവന്റെ കൂടെ ട്രെയിനിൽ കയറ്റിവിട്ടി ആ ഫാമിലി അവരുടെ പാട്ടിന് പോയി. എന്നാൽ ട്രെയിനിൽ വെച്ച് 2 ദിവസം കഴിഞ്ഞാൽ തന്റെ എൻഗേജ്മെന്റ് ആണെന്നും ഇനി താൻ എന്ത് ചെയ്യുമെന്നും അവൻ അവളോട് ചോദിച്ചതും ഈ കല്യാണമൊന്നും ആരും അറിയാൻ പോകുന്നില്ലെന്നും ഒരാഴ്ചക്കുള്ളിൽ മാജിക് ഷോ കഴിഞ്ഞ് മജീഷ്യനായ തന്റെ കാമുകൻ വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോകുമെന്നും നീ ധൈര്യമായി എൻഗേജ്മെന്റ് നടത്തിക്കോ എന്നും പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം ഡൽഹിയിലെ അവന്റെ ഹോസ്റ്റലിൽ താമസിച്ച് പിറ്റേ ദിവസം അവളും അവന്റെ കൂടെ എൻഗേജ്മെന്റിനായി ചെന്നൈയിലെത്തി. എന്നാൽ അവന്റെയും റിങ്കുവിന്റെയും കല്യാണ വീഡിയോ അവൻ കെട്ടാനിരുന്ന പെണ്ണ് കണ്ടതും അവൾ ആ എൻഗേജ്മെന്റ് ക്യാൻസലാക്കി അവനെ തനിക്കിനി വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാത്തിരുന്ന ദാമ്പത്യം മുടങ്ങുകയും മറ്റൊരുത്തന്റെ കാമുകി തലയിലാവുകയും ചെയ്തവൻ പിന്നീട് അവിടെ നിൽക്കാതെ റിങ്കുവിനെയും കൂട്ടി തിരിച്ച് തന്റെ ഹോസ്റ്റലിലേക്ക് എത്തി. എന്നാൽ അപ്പോഴേക്കും റിങ്കുവിനോട് ഇഷ്ടം തോന്നിയവൻ നീ കാമുകിനെ ഒഴിവാക്കി എന്റെ കൂടെ തന്നെ ജീവിക്കുമോ എന്ന് അവളോട് ചോദിക്കാനിരുന്നപ്പോഴാണ് തന്റെ കാമുകൻ വന്നെന്നും പറഞ്ഞ് അവനൊരു ടാറ്റയും കൊടുത്ത് അവൾ പോയത്. അതോടെ കെട്ടിയ പെണ്ണും നഷ്ടപ്പെട്ടവൻ പിന്നീട് തന്റെ ഫ്രണ്ടിനെ അയച്ച് അവൾ കാമുകന്റെ കൂടെ ഹാപ്പിയാണോ എന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞു. എന്നാൽ ഫ്രണ്ട് അവളെ ചെന്ന് നോക്കിയതും ഒരു ഞെട്ടിക്കുന്ന കാര്യവും കൊണ്ടാണ് അവൻ തിരിച്ചു വന്നത്. അവളുടെ കാമുകൻ ശരിക്കും റിയൽ ആയിരുന്നില്ല, അത് അവളുടെ വെറും ഇമാജിനേഷൻ മാത്രമാണ്. ചെറുപ്പത്തിൽ മജീഷ്യനായ തന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണം കൺമുന്നിൽ വെച്ച് കണ്ടവൾ പിന്നീട് അച്ഛന്റെ രൂപമുള്ള ഒരാളെ മനസ്സിൽ സൃഷ്ടിക്കുകയും അയാൾ തന്റെ സംരക്ഷകനാണെന്ന് കരുതി അയാളെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വളർന്നു വലുതായപ്പോൾ മനസ്സിലെ ആ രൂപത്തെ കാമുകനായി കണ്ട് അവൾ അയാളോടെന്ന പോലെ ഒറ്റയ്ക്ക് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ വിഷു അവളെ അതിൽ നിന്ന് മുക്തിയാക്കി തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് ഭേദപ്പെടാനുള്ള മരുന്ന് അവൾക്ക് നൽകുന്ന ഓരോ സമയവും അവളുടെ കാമുകൻ ദുർബലനാവുകയും അയാൾക്ക് ഓരോ അപകടങ്ങൾ സംഭവിക്കുന്നതായും അവൾക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ അപകടത്തിൽപ്പെട്ട അയാൾ ഒരു ദിവസം മരിക്കുമെന്നും പിന്നീട് അവൾ തനിക്ക് സ്വന്തമാകുമെന്നും കരുതി എല്ലാ ദിവസവും മുടങ്ങാതെ അവൻ അവൾക്ക് ആ മരുന്ന് നൽകാൻ തുടങ്ങി. പക്ഷെ അപകടങ്ങൾ പറ്റുന്നതല്ലാതെ അയാൾ മരിക്കുന്നതേ ഉണ്ടായില്ല. അവൻ അവളോട് കുറച്ച് റൊമാൻറ്റിക് ആകുന്ന രംഗം വന്നാൽ ഉടനെ തന്നെ കാമുകന്റെ ശബ്ദം കേട്ടെന്നും പറഞ്ഞ് അവൾ ഓടിപ്പോകാനും തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഇതിൽ സഹികെട്ട അവൻ നീ എന്നെ ഡിവോഴ്സ് ചെയ്ത് നിന്റെ കാമുകനെയും കൊണ്ട് എങ്ങോട്ടേലും പോയിക്കോ എന്നും പറഞ്ഞ് അവളെ ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്യാനായി കൂട്ടിക്കൊണ്ടുപോയതും അവൾ പേപ്പർ സൈൻ ചെയ്യാതെ അവിടെ നിന്നും ഓടിക്കളഞ്ഞു. എന്നാൽ പിന്നീട് അവൾ നോർമലായതും അവളുടെ കാമുകൻ അപ്രത്യക്ഷമാവുകയും അവൾ തന്റെ ഭർത്താവായ വിഷുവിനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു.